വാർത്തകളിലേക്ക്. ലൈസൻസ് ഫീസ് ഒഴിവാക്കാനുള്ള ട്രായ് നിർദ്ദേശത്തെ അനുകൂലിച്ച DTH കമ്പനികൾ ലൈസൻസ് ഫീ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിനായി കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2025-26 സാമ്പത്തിക വർഷം ഇളവുകളെക്കുറിച്ചും ലൈസൻസ് ഫീ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് വ്യക്തത ലഭിച്ചില്ലെന്ന് DTH ഓപ്പറേറ്റർമാർ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 2 അവസരങ്ങളിൽ ഈ മേഖലയ്ക്ക് വേണ്ടി ദുരിതാശ്വാസ പാക്കേജ് ശുപാർശ ചെയ്തിരുന്നു. 2023 ഓഗസ്റ്റിലും 2025 ഫെബ്രുവരിയിലുമാണിത്. ട്രായ് തുടക്കത്തിൽ DTH ലൈസൻസ് ഫീസ് ക്രമീകരിച്ച് മൊത്ത വരുമാനത്തിന്റെ നിലവിലെ 8% നിന്ന് 3% കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ട്രായുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് പെയ്ഡ് DTH വരിക്കാരുടെ എണ്ണം 2020-ൽ 70 ദശലക്ഷത്തിൽ നിന്ന് 2024-ൽ 62 ദശലക്ഷമായി കുറഞ്ഞു. ഡിഷ് TV, ടാറ്റ പ്ലേ, എയർടെൽ ഡിജിറ്റൽ TV, സൺ ഡയറക്റ്റ് എന്നീ 4 സ്വകാര്യ DTH ഓപ്പറേറ്റർമാർ 2024 സാമ്പത്തിക വർഷത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ലൈസൻസ് ഫീസായി 692 കോടി രൂപ നൽകി. റെഗുലേറ്ററി ഫൈൻഡിങ്ങുകൾ പ്രകാരം ഈ മേഖലയുടെ സംയോജിത വരുമാനം സാമ്പത്തിക വർഷത്തിലെ 10,837 കോടി രൂപയിൽ നിന്ന് 10,230 കോടി രൂപയായി 5%-ലധികം ചുരുങ്ങി. ലൈസൻസ് ഫീസ് കുറയ്ക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നത് വ്യവസായത്തിന്റെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് DTH കമ്പനികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. US താരിഫിന്റെ ആഘാതത്തിൽ ചൈനീസ് കമ്പനികൾ. ഇലക്ട്രോണിക്സ് ഘടകങ്ങളിൽ ഇന്ത്യയ്ക്ക് കിഴിവ് വാഗ്ദാനം ചെയ്ത ചൈന. US-ഉമായുള്ള താരിഫ് യുദ്ധത്തിൽ ചൈനീസ് ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാതാക്കൾ ഇന്ത്യൻ കമ്പനികൾക്ക് 5% വരെ ഡിസ്കൗണ്ട് നൽകിയേക്കും. ഇലക്ട്രോണിക് മേഖല 4 മുതൽ 7% എന്ന കുറഞ്ഞ മാർജിനിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇത് ഒരു പ്രധാന ഇളവായിരിക്കും. ഇന്ത്യയിലെ ഫ്രിഡ്ജ്, TV, സ്മാർട്ട് ഫോൺ എന്നിവയ്ക്ക് 2 മുതൽ 3% വരെ ലാഭം കിട്ടും. ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽക്കാനും കഴിയും. ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ ശരാശരി 4/3 ഭാഗവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി. US-ചൈന താരിഫ് യുദ്ധം മുറുകിയതിനാൽ ചൈനയ്ക്കുള്ള പുതിയ ഓർഡറുകൾ കുറഞ്ഞു. ചൈനയ്ക്ക് ഏറ്റവും ഉയർന്ന താരിഫായ 125% US ചുമത്തിയിരിക്കുന്നത്. അതിനാൽ അവിടേക്കുള്ള ചൈനീസ് ഇലക്ട്രോണിക് സാധനങ്ങളുടെയും ഘടകങ്ങളുടെയും ഡിമാൻഡ് കുറയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഫ്രഞ്ച് ബ്രാൻഡായ അൽക്കാടെലുമായി സഹകരിച്ച് ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാൻ ഒരുങ്ങി നോക്കിയ. പഴയ പ്രതാപത്തോടെ ഇന്ത്യൻ വിപണിയിൽ വീണ്ടും താരമാവാൻ ഒരുങ്ങുകയാണ് കമ്പനി. പുതിയ പങ്കാളിത്തത്തിലൂടെ നോക്കിയ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് തിരിച്ചെത്തുകയും ഉടൻ തന്നെ ഒരു പ്രീമിയം ഫോൺ പുറത്തിറക്കുകയും ചെയ്യും. ഫ്ലിപ്കാർട്ടിലായിരിക്കും ലോഞ്ച് നടക്കുക. സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പ്രാദേശികമായി നിർമ്മിക്കും എങ്കിലും കൃത്യമായ ലോഞ്ച് തീയതി പുറത്തുവിട്ടിട്ടില്ല. വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ സ്റ്റൈലസ് പെൻ ഉപയോഗിക്കാം. അടുത്ത കാലം വരെ നോക്കിയയുടെ സ്മാർട്ട് ഫോണുകൾ HMD ഗ്ലോബലിന്റെ പങ്കാളിത്തത്തോടെയാണ് പുറത്തിറക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ HMD സ്വന്തം ബ്രാൻഡിംഗുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തെ മികച്ച ആഡംബര കാർ നിർമ്മാതാക്കളായ ലെക്സസിന് ഇന്ത്യയിലെ വിൽപ്പനയിൽ വർധന. 2025 സാമ്പത്തിക വർഷത്തിൽ 19% വർദ്ധിച്ചത്. ജനുവരി-മാർച്ച് പാദത്തിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് NX മോഡലാണ്. ആഡംബര SUV-കൾ തേടുന്ന ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ലെക്സസിന്റെ ജനപ്രീതിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് കമ്പനി പറഞ്ഞു. LM മോഡലിന് മികച്ച ഡിമാൻഡാണെന്ന് ലെക്സസ് ഇന്ത്യ പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 19% വളർച്ച കൈവരിക്കാനായതും 2025-ലെ ആദ്യപാദത്തിലെ 17% വളർച്ചയോടെ ശക്തമായ തുടക്കവും കൈവരിക്കാനായത് കമ്പനിയുടെ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് ലെക്സസ് ഇന്ത്യ പ്രസിഡന്റ് ഹികാരു ഇക്യൂച്ചി പറഞ്ഞു. ഇന്ത്യയിലെ 8 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ശക്തമായ വളർച്ച നേടാനായെന്ന് കമ്പനി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.